എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക് സേവക് 2024 ബന്ധപ്പെട്ട് മാർക്ക് കുറഞ്ഞവർക്ക് എങ്ങനെ ജോലി നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഈ വർഷത്തെ കേരളത്തിലെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 2433 ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ജനറൽ വിഭാഗത്തിന് 1326, OBC വിഭാഗത്തിന് 551, SC 190, ST 44, EWS കാറ്റഗറി 255, PWD A 12, PWD B 26, PWD C 25, PWD DE 4. അങ്ങനെയാണ് ടോട്ടൽ 2443 വേക്കൻസീസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇതിനകത്ത് ജനറൽ വിഭാഗത്തിൽ പെടുന്ന വ്യക്തികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. EWS സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും EWS കാറ്റഗറിയുള്ള വേക്കൻസീസിന് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിവിഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഏത് ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും മാർക്ക് കുറഞ്ഞവർക്ക് കൂടുതൽ ഉത്തമമായിട്ട് വരിക. അല്ലെങ്കിൽ OBC, SC, ST, EWS, PWD വിഭാഗങ്ങൾ ഇവയിൽ ഏത് ഡിവിഷനിലാണ് കൂടുതൽ വേക്കൻസീസ് ഈ റിസർവേഷൻ കാറ്റഗറീസിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റിസർവേഷനിൽ പെടുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു ഡിവിഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ വട്ടം വന്നിരിക്കുന്ന വേക്കൻസീസ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഡിസംബറിൽ അവസാനിച്ച റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് അൺഫിൽഡ് ആയിട്ട് വന്ന വേക്കൻസീസും ഈ തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസീസ്, അതായത് കഴിഞ്ഞ തവണയും റിക്രൂട്ട്മെൻറ്റ് സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അത് അൺഫിൽഡായിട്ട് ഈ വട്ടവും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വേക്കൻസീസിലോട്ട് അപ്ലൈ ചെയ്യുക കൂടുതലായിട്ട്. പിന്നീട് മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ കൂടുതലും ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാതെ, അതായത് BPM പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാതെ കൂടുതലായിട്ടും ABPM ഡാക് സേവക് വേക്കൻസീസിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ജനറൽ വിഭാഗത്തിൽ വരുന്ന വ്യക്തികൾ അവർക്ക് EWS കാറ്റഗറിക്ക് അർഹതയുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് EWS കാറ്റഗറി ഉള്ള വേക്കൻസീസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം.